എനിക്കേ ഈ വീഡിയോ എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ എന്ന് ഓർത്ത് ഞാൻ വന്ന് പിടിക്കുക കേട്ടോ. ശരിയാണ്, ഞാനിവിടെ വളരെ എന്താ പറയുക, വാക്കിംഗ് ഓൺ ദ എഗ് ഷെൽസ് എന്ന് പറയും നമ്മൾ ചില കാര്യങ്ങളിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ടാണ് നമുക്ക് ആ സമയത്ത് കടന്നു പോകാൻ എന്ന് പറയും. ആ ഒരു അവസ്ഥയിലാണേ നമ്മൾ അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, പറഞ്ഞു പോവും. ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമായിരുന്നില്ലേ ഇന്നലെ. ഞാനപ്പോൾ ഭക്തിമയമായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ, ദേവി ആലോചിക്കുന്നു. നമുക്കൊരു കരുത്താണല്ലോ ഈ സ്പിരിച്വാലിറ്റി ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മുടെ റിലീജിയസ് ബിലീഫ്സൊക്കെ നമ്മളെ നല്ലപോലെ നയിക്കേണ്ട സമയമാണ്. ഇതൊക്കെ നമുക്ക് ഒരു കരുത്താണ്. അങ്ങനെ അതിനെ നമ്മൾ ഭക്തിസാന്ദ്രമായിട്ട് കാണുകയും ഭക്തിമയമായിട്ട് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചിക്ക് എന്താ കുഴപ്പം, ചേച്ചി അവർ ജീവിച്ചോട്ടെ, ചേച്ചിക്ക് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അവർ ചോദിച്ചോളൂ. പക്ഷേ ഇതെൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ ഈ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ അഭിപ്രായങ്ങൾക്കും കുറച്ചൊക്കെ ഒരു വില ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നിങ്ങളെ പോലെ കുറച്ച് എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് സോഷ്യൽ മീഡിയ വഴിയുള്ള. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിലും അതൊക്കെ തന്നെ ആയിരിക്കും എന്നെനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നത് നല്ല സ്ത്രീകളും നല്ല കുറച്ച് വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ദിവസം പഠിക്കണം എന്നുള്ളവരും. വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രികളുടെ ബലമൊന്നും അല്ല കേട്ടോ. അതിന് ഡിഗ്രിയോ പട്ടമോ ഒന്നും വേണ്ട. ഒരു ഡിഗ്രി ഇല്ലാത്തവരും കാണുകയും വേണം എന്നാണ് എൻ്റെ എന്താ പറയുക ആഗ്രഹം. കാരണം എല്ലാവരും ദിവസവും പഠിക്കണം. ഞാനും ഓരോരോ കാര്യങ്ങൾ ഓരോരോ സ്ഥലത്തു നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ തമിഴിൽ നിന്ന് പഠിക്കും, ചിലത് ഹിന്ദിയിൽ നിന്ന് പഠിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കും. ഇതിൽ മൂന്നിൽ നിന്നും പഠിച്ചിട്ട് ഞാൻ വന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട്. കാരണം എവിടെ നിന്നെങ്കിലും പഠിക്കണമല്ലോ എല്ലാവരും. അല്ലാതെ ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ശങ്കരാചാര്യരോ അല്ലെങ്കിൽ അങ്ങനെ മുനി വംശമൊന്നും അല്ലല്ലോ തനിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടല്ലേ. സോ ഇപ്പോൾ പറയാൻ പോകുന്നത്, പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു നല്ല വണ്ണം ഉണ്ട് ആ കുട്ടിക്ക്. വണ്ണം കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് കേട്ടോ. പണ്ട് നമ്മൾ മംഗളം മനോരമ അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ചെറുപ്പത്തിലെ സ്ത്രീകളെ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ. അഴകളവോടുകൂടിയാണ് വരയ്ക്കുന്നത്. അഴകളവ് അന്നെന്നൊക്കെ പറയുന്നത് കുറച്ച് മാംസള ശരീരമുള്ളവരെയാണ് അഴകളവോടുകൂടി വരച്ചുകൊണ്ടിരുന്നത് പണ്ട്. അതാണ് മദാലസകൾ എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള സ്ത്രീകളെയാണ് അധികവും അങ്ങനെ കാണിക്കുക. അല്ലെങ്കിൽ യൗവനം തുളുമ്പി നിൽക്കുന്നു എന്ന് കാണിക്കാനോ ഒക്കെ ആ ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് വരയ്ക്കാറ്. നല്ല അഴകളവോടുകൂടി വടിവൊത്ത ശരീരഘടനയോട് കൂടിയിട്ടാണ് വരയ്ക്കുന്നത്. ഇതിനകത്ത് ശരീരം വടിവത്തതായിട്ട് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാംസളമായ ശരീരം ഒന്ന് ചീകി ഒതുക്കി ഒന്ന് ഭംഗിയായിട്ട് വെക്കുന്നത് നല്ലത് തന്നെയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. മറ്റുള്ളവർ കാണുമ്പോൾ എന്ന് പറയുമില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇല്ലാത്തത് പോലും വെച്ച് കെട്ടുന്നു ആളുകൾ. ചില നിതംബ ഭാഗങ്ങളും മാറിടവും ഒക്കെ വെച്ച് കെട്ടുന്നു. എനിക്കിതൊന്നും പറയാൻ മടിയുള്ള ആളല്ല കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ. ബിക്കോസ് എൻ്റെ പ്രൊഫഷനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇത് പിന്നെ ഓരോരോ അവയവങ്ങളുടെ പേരല്ലേ, ഇത് പറയുന്നതിന് എന്താണ്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഒരുപാട് മുഴപ്പിച്ച് കാണിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് വലിയ അവഗാഹമില്ലാത്ത യുവത്വമുണ്ട് അല്ലേ. യുവാക്കൾക്ക് എല്ലാവർക്കും ഈ എന്താ പറയുക, ഇത് അവൈലബിൾ ആയിരിക്കില്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ. ചിലർക്ക് ഭയമായിരിക്കാം, ചിലർക്ക് എന്താ പറയുക കപട ലോകത്തിനോടുള്ള പേടിയായിരിക്കാം, പിന്നെ പേര് പോകുമെന്ന് ഓർക്കുന്ന ആൺപിള്ളേരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പോയി ഇരുന്ന് കാണുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പുറകുവശം വെച്ച് കെട്ടി കുറേ നാളൊരു സ്ത്രീ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ, ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ അവരെന്തോ ആരൊക്കെ ചീത്ത പറഞ്ഞു എന്നോ എന്തൊക്കെയോ പറഞ്ഞ് അവർ അതും കൊണ്ട് പോയി. അതിന് പകരമായിട്ട് വേറൊരു പെൺകൊച്ചു വന്നു. അതിന് ഒട്ടും ലവലേശം ഉളുപ്പില്ലാതെ അത് കാണിക്കുകയാണ് ഓരോരോ സാധനങ്ങൾ. അത് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചില വ്യാപാരികൾ അവർക്ക് പൈസ കൊടുത്ത് ആളുകൾ വരുമല്ലോ, അപ്പോൾ അവരുടെ വ്യാപാര സ്ഥലത്തേക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് തിക്കും തിരക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു
എന്താ പറയുക, ജീവനോപാധിയായിട്ട് മാറുകയാണ് അതല്ലേ. അവർക്ക് അതാണ് അവരുടെ ഉദ്ഘാടനങ്ങളാണ് അവരുടെ പ്രൊഫഷൻ. അങ്ങനെ വരുന്നവരുണ്ട്. ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിയെ ഞാൻ അധികം കണ്ടിട്ടില്ല സിനിമയിലൊന്നും. ഏതോ ഒരു ജയറാമിൻ്റെ സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലേ, അത് തന്നെയല്ലേ ഇത്, അന്നാന്നോ എന്താ എന്തോ ഒരു പേര്. ഓക്കെ, ആ പേരിനിപ്പോൾ പറഞ്ഞു എന്നും പറഞ്ഞു അയ്യോ എന്നെ അധിക്ഷേപിച്ചു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരും. എനിക്കിപ്പോൾ കേസ് നടത്താൻ പേടിയുണ്ടായിട്ടല്ല, എനിക്ക് സമയമില്ലല്ലോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് അവർക്ക് കാണിക്കാം, പക്ഷെ നമ്മൾ പറയാൻ പാടില്ല, അത് അധിക്ഷേപമായി പോവും. അവർ ഈ പറഞ്ഞ പോലെ ഇറങ്ങിയിരിക്കുകയാണ്. എന്ത്, ഈ സാരിയാണ് ഉടുത്തിരിക്കുന്നത്, സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനും സാരി ഉടുത്തിരിക്കുന്നത്, പക്ഷെ ഞാൻ ഉടുത്തേക്കുന്ന പോലെ എല്ലാവരും ഉടുത്തിരിക്കുന്നത്. അതിൽ ഉടുക്കാം, കാണിക്കാം, ഇതുപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് അവർക്ക് റോള് കിട്ടുന്നതെങ്കിൽ അവരായിക്കോട്ടെ, ചെയ്തോട്ടെ, അത് അവരുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് നടന്നോട്ടെ. പക്ഷേ അമ്പലമുറ്റത്ത് പറ്റില്ല. അമ്പലമുറ്റത്ത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നിടം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. അതിൽ വന്ന് വേഷം കെട്ടിയത് ഒട്ടും ശരിയായില്ല. എന്താ എന്താ അത് പറയുന്നതിന് എന്താ കുഴപ്പം? ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അത് ശരി, ഞങ്ങൾക്കും ദേവിയെ പ്രാർത്ഥിക്കാം. അവർ വേറെ മതസ്ഥയായതുകൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഏത് മതത്തിലുള്ള ആളാണെങ്കിലും അവിടെ വന്നാൽ കെട്ടി എഴുന്നള്ളിപ്പ് കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്താണ്, ഒരു സെറ്റ് കൊണ്ട് ഉടുത്തോട്ട് വന്ന് ആൾക്കാർ വന്ന് നിന്ന് തൊഴുന്നുണ്ട് നല്ല ഭംഗിയായിട്ട്, വസ്ത്രധാരണം ചെയ്ത് സെലിബ്രിറ്റീസ് എല്ലാം കൂടി പോകുന്ന സ്ഥലമാണ് ഈ പൊങ്കാല. ഇന്നലെ ഞാൻ പറയാതെ പറഞ്ഞു, തിരക്കുകളിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കിതിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും തിരക്കും ക്യാമറകളും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ പോകുന്നിടത്ത് നമുക്കതൊരു, അവിടെ ഒരു പ്രാർത്ഥന നിർഭരമായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ വിചാരിക്കും ആ മണ്ണിൽ ചെന്ന്, അതായത് തിരുവനന്തപുരം അനന്തപുരി എന്നല്ലേ പറയണം, അനന്തപുരിയുടെ മണ്ണിൽ ചെന്ന് ആറ്റുകാലമ്മ അവിടെയാണല്ലോ വന്ന് ആ ശക്തി തെളിയിച്ചത്, അവിടെയാണല്ലോ വന്ന് ഇരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടാവുമെന്ന് പറയുന്നില്ലേ. ലൈക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ജസ്റ്റ് ആ മണ്ണിൽ ചെന്നാൽ മതി, നിങ്ങൾക്ക് അവിടെ അകത്ത് കയറാൻ തിരക്കാണെങ്കിലും എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്, ആ സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഘടന അത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഗുരുവും വായുവും ചേർന്ന് അവിടെ കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത് ആ സ്ഥലം. അതിന് എന്തെങ്കിലും ഒക്കെ ഒരു പ്ലാനറ്ററി പ്രത്യേകത ഉണ്ടാകാം, ജിയോഗ്രഫിക്കൽ പ്രത്യേകത ഉണ്ടാകാം. ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിക്ക് പറ്റിയ ഒരു വല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിരിക്കാം. എന്താണ് പറയണേ, ഇതുണ്ടാവുമല്ലോ, സൂര്യൻ്റെ രശ്മികൾ വന്ന് പതിക്കുന്നതും പിന്നെ ഗ്രഹങ്ങൾ പോകുന്നതനുസരിച്ചുള്ള പാതയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആസ്ട്രോണോമിക്കൽ ഇഫക്റ്റുള്ള ഒരു സ്ഥലമാകാൻ സാധ്യതയുണ്ട് ഗുരുവായൂരൊക്കെ. അതുകൊണ്ടാണല്ലോ അത്രയും ആളുകൾ അവിടെ ചെല്ലുകയും അവർക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി അവരിലേക്ക് ഇറങ്ങി വരികയും അല്ലേ, റിലീജിയസ് തോട്ട്സ് മാത്രമുള്ളവരല്ലേ അവിടെ അധികം നിൽക്കുക. അപ്പം അങ്ങനെയുള്ളിടത്ത് ഈ റിലീജിയസ് തോട്ട്സ് ആണോ ഈ കാണുന്നത്? അവർ കുനിയുന്നു, അവർ കാണിക്കാൻ പറ്റാവുന്നതെല്ലാം പുറത്തേക്ക് ഇട്ട് കാണിക്കുന്നു, സൈഡ് തിരിഞ്ഞ് കാണിക്കുന്നു, പിള്ളേരെ എടുത്തോടാ ഇന്നാന്ന് കാണിക്കുന്ന പോലെ തോന്നി എനിക്ക്. പലർക്കും ഇത് തോന്നിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം. എന്നെ കേൾക്കുന്ന പലരും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയുണ്ടാവുകയും ചെയ്തു. എനിക്കറിയാതെ ഞാൻ അതിനെപ്പറ്റി പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരുന്നു ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തോ ചേച്ചി ഞാനിങ്ങനെ കാണുകയുണ്ടായിരുന്നപ്പോഴത്തെ എൻ്റെ ടോപ്പിക് ഇതാണിതാ, 1 മണിക്കൂറിനകം ഞാനിപ്പം ഇത് ഇടാമെന്ന് പറഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ, അത് എൻ്റെ ശരീരമാണ്, ഞാൻ ഇഷ്ടമുള്ളത് കാണിക്കും, എനിക്ക് പൈസ കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, എന്ത് ഉന്തം വേണമെങ്കിലും കാണിച്ചോ. പക്ഷെ റിലീജിയസ് സ്പേസിൽ വന്ന് ഇത്തരത്തിലുള്ള വേഷം കെട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അല്ലേ. അത് പറയാനുള്ള അവകാശവും മൗലികാവകാശം നമുക്കില്ലേ. ഷെടാ, ഇത് ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് കാണിക്കാമെങ്കിൽ നമുക്ക് പറയാന്നേ. അതാ ഞാൻ പറയുന്നുള്ളൂ. എന്താണ് അതിനകത്ത് അവരാ കാണിച്ചു കൂട്ടുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പാവം ആൾക്കാർ, ആ പാവം പയ്യന്മാർ, അവരിത് കണ്ട്, ചില ആളുകൾ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അവരുടെ ചാനലിലേക്ക്, യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാനലിലേക്ക് ഇങ്ങനെ കയറി വന്ന് പിള്ളേർ നോക്കുമ്പം വ്യൂസ് കൂടിയിട്ട് അവർക്ക് ഡോളർ വന്ന് വീഴും. അത് വിറ്റ് തിന്നുന്ന, അതിന് ശവന്തീനി കഴുകന്മാരെന്നല്ലേ അവരെ പറയേണ്ടത് അല്ലേ. പണ്ട് ചില മാഗസിൻസ് ഉണ്ടായ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ മാഗസിൻ വളരെ, അവർക്കിപ്പോൾ ഒരു ചാനലും ഉണ്ട്,
പച്ചയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു പണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയും ഇങ്ങനെ ഗുരുക്കന്മാരുടെയൊക്കെ പുറകിൽ നടക്കണ കാരണം എനിക്ക് ഇഷ്ടമുള്ള ഗുരുക്കന്മാരെ പറ്റി എന്ത് വന്നാലും ഞാൻ ഈ മാഗസിൻ വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മഹാരാജാസ് കോളേജിൻ്റെ അപ്പുറത്ത് ഒരു വഴിയുണ്ട്, നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ എന്താ പറയുക, ലോ കോളേജിൻ്റെ ഹോസ്റ്റൽ വരും. അതിന് ഓപ്പോസിറ്റായിട്ട് ഈ ടീ കടയുണ്ട്, അതിൻ്റെ മുമ്പിൽ കൂടിയാണ് നമ്മൾ നടന്നു പോണതൊക്കെ. അപ്പം ഞാനൊക്കെ BA പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും, ചെറിയൊരു പെൺകുട്ടിയായിരിക്കില്ലേ, ഞാനിങ്ങനെ നോക്കി നോക്കി പോകും എന്തൊക്കെ ബുക്സൊക്കെ അവിടെ ഈ പെട്ടിക്കടയിൽ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പുള്ളൊരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ ബുക്ക് കിടക്കുന്ന കണ്ട് ഞാൻ കേട്ടോ, ഭഗവാനെ എനിക്കറിയില്ല, അതിനകത്ത് സായിബാബയുടെ മുഖചിത്രമായിരുന്നു. അപ്പം ഞാൻ ഈ സായി ഭക്തയാകുന്ന സമയമാണ് കേട്ടോ അത്. ആ സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പുട്ടുപർത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വാമി ഇങ്ങനെയാണ്, സായിബാബ ഇങ്ങനെ ആയിരിക്കണം, മുടിയൊക്കെ ഇങ്ങനെ ഒരു കിരീടം പോലത്തെ മുടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ സ്വാമിയെ, ഏത് സ്വാമിയാണ് അതെന്നൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ കണ്ടിട്ടില്ലേ, ഞാൻ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി എനിക്കൊരു ഫോട്ടോ ഇങ്ങനെ ചെറുതുണ്ടാവുമല്ലോ അതിൻ്റെ പേഴ്സിൽ, അതിൻ്റെ ചേച്ചി ഭയങ്കര ഭക്തയാണ്, ബാംഗ്ലൂരാണ് താമസം. അപ്പോൾ സ്വാമിയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും സ്വാമി ഇങ്ങനെ ലെറ്ററൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലെറ്റർ കൊടുക്കാൻ പറ്റും നമുക്ക്, നമ്മുടെ കഷ്ടങ്ങൾ എഴുതി. അപ്പോൾ സ്വാമി വാങ്ങിച്ചാൽ അത് നടക്കും എന്ന അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ചെറിയ കുട്ടിയാണ്, വലിയ വിവരമൊന്നുമില്ല, അയ്യോ ദൈവമേ എന്ത് സ്വാമിയാണോ അത്, 18-19 വയസ്സുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ കണ്ടിട്ടില്ല, അറിയാനും വയ്യ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ കുട്ടി എനിക്കിത് കാണിച്ചു തന്നു ചെറിയൊരു പോസ്റ്റ് കാർഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു നല്ല സ്വാമിയായിരിക്കും അല്ലേ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭക്തി വരികയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും നേടണം, ഈ സ്വാമിയെ പിടിച്ച് മെറ്റീരിയൽ തിങ്സാണ് നേടണം എന്ന് വിചാരിക്കുന്നത്, ബട്ട് സ്റ്റിൽ എനിക്കൊരു ജോലി വേണം, എനിക്ക് ജീവിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ളപ്പോൾ നമുക്കൊരു ഗൈഡ് പോലെയാണ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈ സ്വാമിയുടെ പറ്റിയൊക്കെ അറിയാമെന്നുണ്ടപ്പോഴാണ് ഈ ബുക്ക് തൂങ്ങി കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഈ സ്വാമിയെ പറ്റിയായിരിക്കുന്നു, അടുത്ത് വാങ്ങിച്ച് ഭഗവാനെ അതിനകത്ത് മുഴുവനും നമുക്ക് ഇഷ്ടം തോന്നി വരുന്ന ഒരു ഭക്തയുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി. ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഞാനത് നോക്കിയിട്ട് ആദ്യത്തെ ഈ 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആദ്യത്തെ 2 വരികൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ആ കടയിൽ നിന്ന് അത് മേടിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പല പല ബുക്സ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൂമ്പാറ്റ, ബാലരമ അങ്ങനത്തെയൊക്കെ അതിൽ കൂടുതലൊന്നും അവിടെ ഉണ്ടാവാറില്ല. ഈ ബുക്ക് വാങ്ങിച്ചപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, ഇത് വേണോ മോളെ, ഇത് വായിക്കാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണോ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്. അന്നൊക്കെ നമുക്ക് കിട്ടുന്ന വളരെ ചുരുക്കം എമൗണ്ട് ചിലപ്പോൾ അമ്മയുടെ ബാഗിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകും ഞാൻ, 10 രൂപ 20 രൂപയൊക്കെ ചോദിക്കാതെയൊക്കെ. അമ്മ വഴക്കുറ കിട്ടാം, പിന്നെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കണം. എന്ത് പുസ്തകവും ഇത്തരത്തിലുള്ളത്, അങ്കളം, സഖി, മനോരമ, ഇതൊക്കെ ഞാൻ എടുത്തങ്ങ് വായിക്കുമായിരുന്നു. ഒന്നും വായിക്കരുതെന്നാണ് അമ്മ പറയാറ്. പിന്നെ ഞാൻ തന്നെ അത് നിർത്തി, ഇത് ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത് വായിച്ചിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ പുനരുന്നിയിൽ ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ വല്യമ്മച്ചിക്ക് ഇത് തന്നെയാണ്. വല്യമ്മച്ചി 10-70 വയസ്സുണ്ടെങ്കിലും വല്യമ്മച്ചി ഇങ്ങനെ ഇരുന്ന് വായിക്കുമായിരുന്നു. അവർക്കൊക്കെ അതൊരു രസമായിരുന്നു അതൊക്കെ വായിക്കാൻ. അന്നത്തെ കഥകൾ ഇച്ചിരി ഇക്ലി കഥകളൊക്കെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യും. വല്യമ്മച്ചിക്ക് ഇപ്പോഴും റൊമാൻറ്റിക് കഥകൾ വായിക്കുന്നത് എന്ത് ഇഷ്ടമാണെന്ന് നോക്കൂ. ഇറ്റ്സ് ഓക്കെ, അതിൽ തെറ്റൊന്നും ഇല്ലെന്നേ. ആരും എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അവരവരുടെ പ്രായത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയൊക്കെ. പക്ഷേ മറ്റുള്ളവരെ വഴിതെറ്റിക്കാവുന്ന പരിപാടികൾ ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തിനാ നമ്മൾ ഒരാളെ വഴിതെറ്റിക്കും എന്ന് കാണുന്ന കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് മോശമാണതെന്ന് അല്ലേ. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ അങ്ങനത്തെ ദോഷം വരുന്ന കാര്യമല്ലേ ആ പെൺകുട്ടി ചെയ്ത് കൂട്ടുന്നത്. ശരി, അതിന് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം അതാണെങ്കിൽ അപ്പോൾ അതിന് പൈസ കിട്ടുന്നത് ജീവിക്കുന്നു, ശരി, ഫുൾ. ഈ ആറ്റുകാലമ്മയുടെ അടുത്ത് വ്രതം ഇരുന്ന് നോമ്പ് നോറ്റ് ഈ സ്ത്രീകൾ വന്നിരുന്ന് ചെയ്യുന്നിടത്ത് എന്താണ് ആ കാണിച്ചു കൂട്ടിയതല്ലേ. എന്താ ഇതിനൊക്കെ ഒരു നടപടി ചെയ്യാവുന്നത്, ഒരു കേസ് കൊടുക്കേണ്ടതാണെന്നാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കേസ് കൊടുത്തേനെ കേട്ടോ. ഞാൻ ഉറപ്പായിട്ട് അവർക്ക് എഗൻസ്റ്റായിട്ട് എനിക്ക് കൊടുക്കണം എന്ന് എനിക്കുണ്ട്. ഇനി ആരും ഇതിങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്, അവർക്ക് നോട്ടീസെങ്കിലും വിട്ടേനെ. ഇവർ നമ്മുടെ ഒരു ഇതിന് എഗൻസ്റ്റായിട്ട് റിലീജിയസ് വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞ് കൊടുത്തേനെ. പക്ഷേ ഇത് കാണുന്നത് കൊണ്ട് എന്ത് വികാരമാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ആ കുട്ടി അത് കാണിച്ചു പോയി, ഓക്കെ. അതിൻ്റെ പിന്നാലെ നടന്നു വരുന്ന ഈ എൻ്റർടൈൻമെൻറ്റുകാരുണ്ടല്ലോ, അവരോരോ ക്യാപ്ഷൻസ് അതിൽ ഇടുമ്പോൾ അതിൽ പൊങ്കാലക്കലമൊന്നും കാണാനില്ല, വേറെ സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പൊങ്കാലയാണോ ഇടുന്നത്, എവിടെ അവരുടെ വീട്ടിൽ വെച്ചാണോ, എവിടെ അത് കാണിച്ചു കൂട്ടുന്നത് ആർക്കറിയാം. വീട്ടിൽ വെച്ചാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അവിടെ എങ്ങാനും അതിൻ്റെ അടുത്താണ് അത് ചെയ്യുന്നത് എങ്കിലുണ്ടല്ലോ ശരിക്കും
പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല പ്രൂഫ് വേണം. ഈ പിള്ളേരൊക്കെ പിന്നെ പ്രൂഫ് തരുമൊന്നുമില്ല, അതൊക്കെയാണ് ബുദ്ധിമുട്ട്. നമ്മൾ ഇവരിനി അടുത്ത പ്രാവശ്യം ഇതിന് ഇറങ്ങുമെന്ന് നോക്കട്ടെ. ഇതെങ്കിലുമൊക്കെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടെങ്കിലും ആ കുട്ടി ഇറങ്ങുകയാണെങ്കിൽ സഭ്യമായ രീതിയിൽ ശരിക്കും ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ യു ആർ വെൽക്കം. അതർവൈസ് പ്ലീസ് റിഫ്രെയിൻ ഫ്രോം ദിസ് എന്നേ ഞാൻ പറയുള്ളൂ. ഡോണ്ട് ഡു ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. ഓരോരുത്തരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലല്ലേ ഈ ചെയ്യുന്നത്. പിന്നെയും വേറൊരു നടി, നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു നടിയാട്ടോ, ഞാനിനി പേരൊന്നും പറയണില്ല. അവർ ബോളിവുഡ് ആക്ടേഴ്സ് പോലെയും എന്താ പറയുക, ഹോളിവുഡ് ആക്ടേഴ്സ് പോലെയൊക്കെ ഒരു പുത്തൻ രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുകയുണ്ടായി. അതിന് കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. എനിക്കും ആ ഡ്രസ്സ് മാതിരി തോന്നിയിട്ട്, എന്തോ അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് വന്നത്. അത് കുറേ നാളുകൾക്ക് മുമ്പ് ഈ കുട്ടി വളരെ നന്നായിട്ട് വസ്ത്രം ധരിച്ച് ഇങ്ങനെ ഇതുപോലെയുള്ള സാരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിന്ന് ചെയ്തിട്ടില്ല തോന്നുന്നു, ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കാണൂലേ, ഇങ്ങനെ സൂം ചെയ്തിട്ട് സൈഡിൽ നിന്ന് സൂം ചെയ്തിട്ട് ഈ കുട്ടിയുടെ ക്ലീവേജ് ഒക്കെ കാണിച്ച് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ ഇട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എങ്ങോട്ടേക്കാണ് ഈ ക്യാമറ കൊണ്ടുപോകുന്നത്? ആ കുട്ടി സഭ്യമായിട്ടാണ് അന്ന് ഡ്രസ്സ് ചെയ്തിരുന്നത്. ഇന്ന് അതേ കുട്ടി ഇതെല്ലാം തുറന്ന് കാണിച്ചിട്ട് ദാ നിനക്കൊക്കെ ഇതല്ലേ കാണണ്ടേ എന്നുള്ള മട്ടിലൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു പോസിൽ വന്നെന്ന് കാണിക്കുന്നു. ഐ ഡോണ്ട് നോ, ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക. അപ്പോൾ പറയും, ചേച്ചി വസ്ത്രധാരണത്തിലല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പടവലങ്ങയുടെ അത്രയുള്ള അല്ലെങ്കിൽ ഒരു പാവയ്ക്കയുടെ അത്രയുള്ള ഒരു ചെറിയ സ്ഥലമാണ് അവിടെ. അത്രയും പേര് മാത്രം സംസാരിക്കുന്ന ഈ മലയാളം അല്ലേ, അതിലാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിൽ ജീവിച്ച് ചിലപ്പോൾ ഇപ്പോഴും പുറത്തേക്ക് വരാത്ത ചില കുട്ടികളുണ്ടാവും. അവർ ലോകം കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. അവർക്ക് ഇതെല്ലാം വല്ലാത്ത ഒരു എന്താ പറയുക, അവരുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കും, ഹോർമോണൽ റിയാക്ഷൻസ് ഉണ്ടാക്കും. ഇതെല്ലാം ബയോളജി കെമിസ്ട്രിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചു പിള്ളേരും കൂടെ കാണുന്നതല്ലേ. അതിനോടാണ് എനിക്ക് പറയാനുള്ളത്. ആ മക്കളെ ഓർത്തിട്ട് നിങ്ങളിതൊന്നും ഇങ്ങനെ ഇടല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക്കും കീയും ഒക്കെ ഉള്ള ചാനൽ ഉണ്ടാക്കുക. ഇത് തുറന്ന് കാണുന്നവർക്ക് ഇത്ര വയസ്സിന് മുകളിലുള്ളവർ അതിലും അവന്മാർ കയറി പറ്റുമായിരിക്കും. ബട്ട് എന്നാലും കുറച്ചെങ്കിലും കുറയും. അവരുടെ കയ്യിൽ അധികം പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ അതിപ്പോൾ അവർ പോയി GPay സിസ്റ്റവും അതും ഇതൊക്കെ അവർ ചെയ്യാൻ ഈ പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം കുട്ടികളുടെ ഫോണിൽ GPayയും കുന്തുമൊക്കെ ചെയ്താൽ ഇതാണ് പ്രയാസം വരുന്നത്. അവർക്ക് ഇതിനകത്തൊക്കെ ആക്സസ് വരും. എങ്ങനെയാണ് ഈ പേരൻസ് ഈ സമയത്ത് കുട്ടികളെ വളർത്തുക അല്ലേ? റിയലി അലാമിങ്. നമ്മൾ ഒരുപാട് ഇത് തോന്നേണ്ട കാര്യം. പിന്നെ ഇന്നലെ വളരെ വികാരഭരിതമായിട്ട് ഞാനൊരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നില്ലേ. എന്താണ് അതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഏത് സിനിമയുടെ പേരെ ഈ ചേച്ചി പറയുന്നത്? ശരിയാണ്, എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. തലയണ മന്ത്രം മൂവിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാനതിൽ വടക്ക് നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസനും മമ്മൂക്കോയും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പോൾ ചേടാ, ഞാൻ വടക്ക് നോക്കി യന്ത്രം എന്നാണല്ലോ പറയണേ. വടക്ക് നോക്കി യന്ത്രത്തിൽ പാർവതിയല്ലേ ശ്രീനിവാസൻ്റെ ഭാര്യ. അതിൽ ഡാർക്കായിട്ടുള്ള ശ്രീനിവാസൻ സുന്ദരിയായിട്ടുള്ള പാർവതിയെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അയാളുടെ ആ ഒരു വെപ്രാളം അല്ലേ, വെളുക്കാൻ വേണ്ടിയിട്ടും സൗന്ദര്യമില്ല എന്നുള്ളൊരു തോന്നലും അല്ലേ. അപ്പം അയാൾ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പണ്ടത്തെ ഒക്കെ ഒരു രീതി. നല്ല ഭംഗിയുള്ള കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഭംഗിയുള്ള പുരുഷനായിരിക്കണം എന്നൊക്കെ. അയാൾക്ക് ആ ഭംഗി ഇല്ലാതെയും അയാൾക്ക് ആ പെണ്ണിനെ കിട്ടിയപ്പോൾ അയാൾക്ക് അതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ പോരായിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ വടക്കു നോക്കി യന്ത്രം കാണുമ്പോൾ കേട്ടോ. ഈ ഗോയും മനുഷ്യൻ്റെ ഇങ്ങനത്തെ താല്പര്യങ്ങളൊക്കെയാണ് മുകളിലോട്ട് കയറി വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, ജീവിതം കുളവായി പോയണ്ടില്ലേ അതിനകത്ത്. അപ്പോൾ ആ സിനിമ ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് അതിൽ പൊട്ടത്തരം പറഞ്ഞിട്ട് വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തലയുടെ മന്ത്രത്തിലെ ഉർവശിയാണ് കാഞ്ചന അല്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് തിരുത്തിട്ടോ. അതിനകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ചേച്ചി ഈ സിനിമയുടെ പേര് തലയുടെ മന്ത്രം എന്നല്ലേ എന്ന്. ഇതാണ് ചില സമയത്ത്, കാരണം എൻ്റെ മനസ്സ് ചില സമയത്ത് പിടിച്ചാൽ കിട്ടുന്നില്ല. അതിൽ ഞാൻ ആ സീനിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനകത്ത് മാമുക്കോയ ഇന്നസെൻറ്റിനെയാണ് വിളിച്ചുകൊണ്ട് പോയി അടിക്കുന്നത്. അതിൽ ഞാൻ ശ്രീനിവാസനെ കൊണ്ടുപോയി അടിക്കുന്നു എന്ന് പറഞ്ഞൊന്നും ഒരാൾ പറഞ്ഞു എൻ്റെ അടുത്ത്. ശരിയാണല്ലോ എന്ന് പിന്നെയും ഞാൻ പോയി നോക്കി. പിന്നെ നിങ്ങളെല്ലാവരും ആ കഥ കേട്ട് പരിചയമുള്ളത് കൊണ്ട് മനസ്സിലായി കാണുമല്ലേ. ഇന്നസെൻറ്റിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഠേ എന്നൊരടി കൊടുത്തിട്ട് പറയണേ, ഒരാൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴാണോടാ ഇങ്ങനത്തെ വർത്തമാനം പറയണേന്ന് മാമുക്കോയ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധഭീതിയിൽ ഇരിക്കുന്നതിൻ്റെ സമയത്ത് ഓരോരുത്തർ വന്ന് നമ്മളോട് പറയണതേ. ചില ആളുകളുടെ ഡയലോഗ്സൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കുമ്പോൾ ഒരെണ്ണം കൊടുക്കാൻ തോന്നും.
അതാ പറഞ്ഞ ഈ പെൺകുട്ടിനെ അങ്ങനെ ഒന്ന് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എവിടെയാണ് അവർ കൊണ്ടുപോയി പൊങ്കാലക്കാലം വെച്ചേക്കുന്ന സ്ഥലത്താണോ കൊണ്ടുപോയി ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടത് അല്ലേ? നിങ്ങൾക്ക് തോന്നിയില്ലേ? ചേച്ചിക്ക് എന്ത് പറ്റിയെന്നായിരിക്കും. എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ഇതാണല്ലേ. യു ഷുഡ് റിയാക്ട് അല്ലേ? നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ഇല്ലേ? ആരും ഒന്നും പറയില്ല. അയ്യോ നമ്മൾ എന്തിനാ അതിനകത്തൊക്കെ ഇടപെടാൻ പോകുന്നത് എന്ന് ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. എന്താ ഇടപെട്ടാൽ? അവരുടെ വീട്ടിലെ കാര്യം, അവരുടെ കഞ്ഞിക്കലത്തിൽ അരി ഇടാനല്ലേ നമ്മൾ 10 പൈസ കൊടുക്കണുണ്ടോ എന്ന് ആരോ ചോദിക്കണ്ടായിരുന്നു. എന്തെല്ലാം പണികളിലുണ്ട് ഇവിടെ കഞ്ഞിക്കലത്തിൽ ചോറിടാൻ വേണ്ടിയിട്ട്. ഈ വസ്ത്രം അഴിച്ചു കാണിക്കുകയും ശരീരത്തിൻ്റെ നിമ്നോന്നത ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ആ സ്ത്രീ ഇങ്ങനെ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയിടുന്നു. ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ നാഭി കുഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റുന്നു. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഇത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് പറയണം എന്ന് തോന്നി, ഞാൻ പറഞ്ഞു. സോ ഓക്കെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.